ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുനിത മിസ്റ്റി ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് കേട്ടോ. നമുക്ക് കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കണേ. ഫസ്റ്റ് കാർഡ് വേൾഡ് കാർഡാണ് കേട്ടോ കിട്ടിയിരിക്കണേ. സെക്കൻഡ് കാർഡ് ഏതാണെന്ന് നോക്കാം. ഇത് സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്സ് എന്നാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ 3 കാർഡ് മാത്രം എടുക്കണുള്ളൂ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ കേട്ടോ. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിംഗ് ആണ്. ഈ 3 കാർഡ് ഒരു പോസിറ്റീവ് കാർഡായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ആ പേഴ്സൺ ഇപ്പോൾ ഒരു പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നും പോസിറ്റീവായിട്ടൊരു ഇമോഷണൽ എനർജിയൊക്കെ നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോൾ ഈ റിലേഷനോട് ആത്മാർത്ഥത വർദ്ധിച്ചു വരുന്ന സമയമായിട്ടാണ് കാണുന്നത്. ഒരു പോസിറ്റീവ് കാർഡ്സ് ആയതുകൊണ്ട് പിന്നെ ഒരു ഡിവൈൻ ലവ് എനർജി ആയിട്ടും കാണുന്നുണ്ട്. പിന്നെ ഈ റിലേഷന് ഒരു ഹീലിംഗ് വേണമെന്നൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന സമയമാണിത്. രാത്രിയിൽ തനിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവരുടെ ലോകം പോലെ ചുറ്റുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹം ഒരു ലോകമായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കണ്ടതും പരിചയപ്പെട്ടതും അടുത്തപ്പോഴൊക്കെ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അർത്ഥമുണ്ടായി എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ലോ എനർജിയിലേക്ക് പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ പ്രസൻസിലൂടെ, അതായത് ഒരു കോളിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴൊക്കെ ആ പേഴ്സൺ മെൻ്റലി ഇമോഷണലി ഒരു സമാധാനം, ഒരു റിലാക്സേഷനൊക്കെ നിങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻ ആണെങ്കിലും ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു വീൽ ഓഫ് ഫോർച്യൂണിനെ പോലെയാണ് ഈ നിങ്ങളുടെ റിലേഷൻ പോകുന്നത്. അതായത് വണ്ടി പോകണം. ആ പേഴ്സൺ ഈ സമയത്തൊരു റീയൂണിയനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടൊരു എൻഡിങ് വേണമെന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ പേഴ്സൺ നിങ്ങളോട് ഒരു വിഷ് സ്റ്റാറായിട്ടാണ് കാണുന്നത്. ഒരു ഗൈഡിങ് ലൈറ്റായിട്ടാണ് നിങ്ങളെ അദ്ദേഹം കരുതുന്നത്. യൂണിവേഴ്സലായിട്ടാണ് നിങ്ങളെ ആ പേഴ്സൻ്റെ അടുത്ത് എത്തിച്ചത് എന്ന് ആ പേഴ്സൺ പല സമയങ്ങളിലും ചിന്തിക്കാറുണ്ട്. കാരണം ആ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് ചില ആൾക്കാർക്കട്ട പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായ സമയത്തോ അല്ലെങ്കിൽ ആ പേഴ്സൺ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തകർച്ചയുടെ സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം നിങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ ആ പേഴ്സണെ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പേഴ്സണെ അവിടെ നിന്ന് ആ തകർച്ചയിൽ നിന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരാൻ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ സാമീപ്യം കൊണ്ടൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഒരു സ്റ്റാറായിട്ടാണ് അദ്ദേഹം എപ്പോഴും കരുതി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത്തിരി കോണ്ടാക്ട്സിൽ കുറവാണെങ്കിൽ പോലും. അപ്പം നിങ്ങളുടെ ഓർമ്മകളിലും ഇമോഷനിലും ആ പേഴ്സൺ ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ആവുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴൊരു സൈലൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും സ്നേഹിക്കാൻ അവസരം ലഭിക്കുമോ, നിങ്ങളെ എങ്ങനെ എടുക്കും എന്നൊക്കെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളെ വീണ്ടും അദ്ദേഹത്തിന് കിട്ടണമെന്ന് ആ പേഴ്സൺ അതിയായിട്ട് പഴയതുപോലെ അല്ലെങ്കിൽ പഴയതിനേലും ഭംഗിയായിട്ട് കിട്ടണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹാർട്ട് ചക്ര ഈ സമയത്ത് ഹീലായിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനെ പറ്റി ഒരു വീണ്ടും വിചാരം ആ പേഴ്സണ് ഉണ്ടായിട്ടുണ്ട്. വെറുതെ കണ്ണടച്ചിരിക്കുന്ന സമയത്തായാലും എവിടെ നോക്കിയാലും, ഇപ്പോൾ ആകാശത്ത് നോക്കിയാലും കണ്ണടച്ചിരുന്നാലും നിങ്ങളെ പറ്റിയുള്ള ചിന്തകളാണ് ഈ പേഴ്സണ് ഇപ്പോൾ. കാരണം ഈ പേഴ്സൻ്റെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഒരു ടോട്ടലി നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻ ഒരു ഡിവൈൻ ലവ് കണക്ഷനായിട്ടാണ് റീഡിങ്ങിൽ മൊത്തം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.